അല്ല, NSSും SNDPയും പരസ്പരം ഐക്യപ്പെടുന്നതിനോട് ആർക്കും വിരോധമില്ല. ഞാനതിനെ സംബന്ധിച്ചൊരു അതൃപ്തിയും പറഞ്ഞിട്ടില്ല. സാമുദായിക സൗഹൃദങ്ങളും ഐക്യങ്ങളുമൊക്കെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് സംഘടനകളും ഐക്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് ഐക്യപ്പെടാം. ഐക്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടു കൂടിയാണ് അത്തരം നിലപാടുകളെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഐക്യം അപരമത വിദ്വേഷമാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊരു മതത്തോടുള്ള വെറുപ്പിൻ്റെ പേരിൽ ഐക്യപ്പെടുക എന്നത് നമ്മുടെ രാജ്യത്തെ സാമുദായിക സൗഹൃദം നഷ്ടപ്പെടുന്ന വിധത്തിലാവും. അത്തരം സാമുദായിക സൗഹൃദങ്ങളെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിലാവരുത് എന്ന ഒരു താല്പര്യമാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അതല്ല, സാമുദായികപരമായി ഞങ്ങളുടെ ഐക്യം മറ്റു മതങ്ങൾക്കെതിരല്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമാവേണ്ടതും അതിൻ്റെ പ്രസ്താവന കൊടുക്കേണ്ടതും അതത് സമുദായ നേതാക്കന്മാരാണ്. ആ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഉദാഹരണം സാങ്കല്പികമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അതൊരു നേതാവിൻ്റെ സംഘടനയുടെ മറ്റൊരു സംഘടനയുടെ നേതാവിൻ്റെ മകളെ വിവാഹം ചെയ്തുകൊണ്ട് മാതൃക കാണിക്കണമെന്ന് പറഞ്ഞ പരാമർശം സ്വാഭാവികമായിക്കൊണ്ടും രണ്ട് വ്യക്തികളിലും അല്ലെങ്കിൽ വിവാഹത്തിലും കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എല്ലാ ഉദാഹരണങ്ങളും സൂട്ടാകുന്നമെന്നില്ല. ഈ ഉദാഹരണം യഥാർത്ഥത്തിൽ അവിടെ പറയരുതായിരുന്നു. ഈ ഉദാഹരണം അവിടെ ശരിയായിട്ടില്ല. കാരണം ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ട് സമുദായത്തോടും രണ്ട് സമുദായത്തിൻ്റെ നേതാക്കന്മാരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം ആ ഉദാഹരണത്തെക്കാൾ ഉപരി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുദായിക സൗഹൃദമാണ്, മറ്റു മതവിരോധമല്ല എന്നത് പ്രകടിപ്പിക്കാൻ മറ്റു പല ഉദാഹരണങ്ങളും ആകാമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയാണ്. ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായിക്കൊണ്ട് തന്നെ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ വാദം, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, കേരളത്തിലെ അനേകം ആളുകൾ ഉയർത്തുന്നൊരു വലിയൊരു ആശയം, യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിൽ ഉപരി ഐക്യങ്ങളും പരസ്പരമുള്ള ധാരണകളും മറ്റു സമുദായങ്ങളോടുള്ള അനൈക്യമായി മാറുന്ന ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചത്. ആശങ്ക പ്രകടിപ്പിച്ച സമയത്ത് ഒരു ജാഗ്രതക്കുറവുണ്ടായി എന്നത് ശരിയാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയും ഞാൻ ഈ ഭാഗത്ത് ഇതിൽ സാമുദായികപരമായ സൗഹൃദങ്ങൾ NSSും SNDPയും ഉണ്ടാകുന്നത് മറ്റു മതത്തോടുള്ള വിരോധത്തിൻ്റെ പേരിലാവരുത്, അത് നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഒരു പരാമർശത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം പരാമർശങ്ങളൊക്കെ സ്വാഭാവികമായിക്കൊണ്ടും ചില പ്രഭാഷകന്മാരും എഴുത്തുകാരൊക്കെ നേരത്തെ തന്നെ ഉയർത്തി കാണിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല, ഒരു സമുദായത്തിലെ ഇത്തരം പരാമർശം മറ്റൊരു സമുദായ വ്യക്തി പറയുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് യോജിച്ചൊരു സാംസ്കാരിക തലമല്ല എന്ന് ഞാൻ തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പരാമർശത്തിൽ എനിക്ക് രണ്ട് സമുദായത്തോടും സൗഹൃദപരമായ ബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്.